അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഷോ ദാറ്റ് ദി ഫംഗ്ഷൻ എഫ് ഫ്രം ആർ സ്റ്റാർ ടു ആർ സ്റ്റാർ. ഈ ആർ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ മൈനസ് സെറ്റ് 0 അതിനെയാണ് ഈ ആർ സ്റ്റാർ എന്ന് പറയുക കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ഒഴിച്ചുള്ള എല്ലാ റിയൽ നമ്പർ. അപ്പോൾ ആർ സ്റ്റാർ ടു ആർ സ്റ്റാർ ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x ഈസ് 1 ആൻഡ് ഓൺ ടു. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1/x എന്ന് പറയുന്ന ഫംഗ്ഷൻ ആർ സ്റ്റാറിൽ നിന്ന് ആർ സ്റ്റാറിലേക്ക് ഡിഫൈൻ ചെയ്തേക്കണം. അപ്പോൾ ആർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ 0 ഒഴിച്ചുള്ള എല്ലാ റിയൽ നമ്പർ. അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ ഫംഗ്ഷൻ 1 ആണ് ഓൺ ടു ആണെന്ന് തെളിയിക്കണം. അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെന്തിനാ ആർ സ്റ്റാറിൽ നിന്ന് ആർ സ്റ്റാറിലേക്ക് ഡിഫൈൻ ചെയ്തേക്കണമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇതിൽ എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുത്തു എന്ന് വയ്ക്കുക. അപ്പോൾ 1/0 എന്ന് വരും. അപ്പോൾ ഇത് നോട്ട് ഡിഫൈൻഡ് ആയിപ്പോൾ. അപ്പോൾ നമുക്ക് ഒരിക്കലും ഇതിൻ്റെ ഡൊമൈനിൽ 0 ഉണ്ടാവാൻ പാടില്ല. ഇതുപോലെ ഇതിൻ്റെ ആൻസറായിട്ട് അപ്പോൾ ഇതിൻ്റെ ഡൊമൈനിൽ 0 ഉണ്ടായാൽ ഇത് ഫംഗ്ഷൻ ആവില്ല. ഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റുകൾക്കും ഇമേജ് ഉണ്ടായാലേ അത് ഫംഗ്ഷൻ ആവുള്ളൂ. അപ്പോൾ ഇവിടെ അതുകൊണ്ടാണ് ഇവിടെ ആർ സ്റ്റാർ എന്ന് എഴുതിയേക്കുന്നത്. ഇതുപോലെ ഈ ഫംഗ്ഷൻ അപ്പോൾ ആർ സ്റ്റാറിൽ നിന്ന് ആർ സ്റ്റാറിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്തേക്കണം കേട്ടോ. ഇങ്ങനെയാണത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നമുക്കിത് 1 ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം. അപ്പോൾ 1 ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മുടെ സ്ഥിരം പരിപാടി 1 ചെക്ക് ചെയ്യാൻ ലെറ്റ് എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് തുടങ്ങി. അപ്പോൾ ലെറ്റ് എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2. അപ്പോൾ ഇവിടെ എഫ് ഓഫ് എക്സ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എക്സ് 1/x ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് 1 എന്ന് പറഞ്ഞാൽ 1/x1 ഈക്വൽ ടു 1/x2. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ x2നെ ലെഫ്റ്റിലേക്ക് എടുക്കുക, x1നെ അപ്പുറത്തേക്ക്. അപ്പോൾ x2 ഇങ്ങോട്ട് വന്നാൽ ഇൻറ്റു x2 ആയി. ഇതുപോലെ x1 ഇപ്പുറത്തേക്ക് വന്നാൽ ഇൻറ്റു x1 ആയി മാറി. നമുക്ക് ഇതിന് നേരെ ഇപ്പോൾ തിരിച്ചെഴുതിയാലും പ്രശ്നമൊന്നുമില്ല. therefore x1 ഈക്വൽ ടു x2. എഫ് ഓഫ് എക്സ് 1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് 2 എന്ന് തുടങ്ങി x1 ഈക്വൽ ടു x2ലെത്തി. therefore എഫ് ഈസ് 1 അതുകൊണ്ട് എഫ് 1 ആണെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ഫംഗ്ഷൻ 1 ആണെന്ന് തെളിയിച്ചു. ഇനി ഇതുപോലെ ഓൺ ടു ആണോ എന്ന് നോക്കാം. അപ്പോൾ ഓൺ ടു ആണോ എന്ന് നോക്കാനായിട്ട് നമ്മൾ കോഡൊമൈനിലുള്ള ഒരു ആർബിട്രറി എലമെൻറ്റ് y കൺസിഡർ ചെയ്തു. കൺസിഡർ ആൻ ആർബിട്രറി എലമെൻറ്റ് y ബിലോങ്സ് ടു കോഡൊമൈൻ. അപ്പോൾ കോഡൊമൈനിൽ ഇവിടുന്ന് കോഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സ്റ്റാർ. അപ്പോൾ ആർ സ്റ്റാറിൽ നിന്നും ഞാൻ ആർബിട്രറി ആയിട്ടൊരു y സെലക്ട് ചെയ്തു. അപ്പോൾ ആർ സ്റ്റാറിൽ നിന്ന് എടുത്ത കാരണം ആ y എപ്പോഴും ദാറ്റ് ഈസ് ഓഫ് ദി ഫോം എഫ് ഓഫ് എക്സ് ഈക്വൽ ടു, അല്ലെങ്കിൽ ആ എടുത്ത y എപ്പോഴും y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന രൂപത്തിലായിരിക്കും. അതായത് y ഈസ് ഈക്വൽ ടു 1/x ആയിരിക്കും. ഈ y ഈക്വൽ ടു 1/x എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ ഈ കോഡൊമൈനിൽ നിന്ന് എടുത്ത എലമെൻറ്റ് എപ്പോഴും 1/x എന്ന ഫോമിലായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എക്സിൻ്റെ വില കണ്ടു എന്ന് വെക്കുക. നമ്മൾ ഈ ഫോമിലുള്ള ഒരു y എടുത്തു. അപ്പോൾ ഈ എക്സ് ഇപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ x ഇങ്ങോട്ട് എടുത്താൽ ഇൻറ്റു എക്സ് ആയി. അപ്പോൾ ഇവിടെ നമുക്ക് x ഈക്വൽ ടു 1/y എന്ന് കിട്ടി. അപ്പോൾ ഇത്തരത്തിൽ കോഡൊമൈനിലുള്ള ഒരു yക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 1/y എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് ഉണ്ടെന്ന് കിട്ടി. ഇതിൻ്റെ ഇമേജ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഈ എഫ് എക്സിൻ്റെ അല്ലെങ്കിൽ ഈ 1/yയുടെ ഇമേജ് ഇവിടെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ 1/x. അപ്പോൾ എഫ് ഓഫ് 1/y എന്ന് പറഞ്ഞാൽ 1/1/y ദാറ്റ്സ് ഈക്വൽ ടു y എന്ന് കിട്ടി. എന്ന് വെച്ചാൽ അതെ നമ്മൾ ചെയ്ത കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ കോഡൊമൈനിൽ നിന്ന് ഒരു y എടുത്തു. അപ്പോൾ ആ y എഫ് ഓഫ് എക്സ് എന്നുള്ള ഫോമിൽ അല്ലെങ്കിൽ y ഈക്വൽ ടു 1/x എന്നുള്ള ഫോമിലായിരിക്കും. അപ്പോൾ ആ yക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എക്സ് കിട്ടി. അതായത് 1/y എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കിട്ടി. ഈ 1/yയുടെ ഇമേജ് എത്രയാണെന്ന് നോക്കി. അപ്പോൾ 1/yയുടെ ഇമേജ് ആയിട്ട് നമ്മളെടുത്ത ആ കോഡൊമൈനിലെ എലമെൻറ്റ് വരുന്നുണ്ട്. ഇതുപോലെ ഈ 1/y എന്ന് പറയുന്നത് നമ്മുടെ ഡൊമൈനിലുണ്ട്. y എന്ന് പറഞ്ഞ ഒരു റിയൽ നമ്പറാണ്. റിയൽ നമ്പർ എന്ന് പറഞ്ഞാൽ ആർ സ്റ്റാർ 0 ഒഴിച്ചുള്ള റിയൽ നമ്പർ. അപ്പോൾ 1/y എന്ന് പറഞ്ഞാൽ അത് എഗെയിൻ ഒരു റിയൽ നമ്പർ ആയിരിക്കും. ആർ സ്റ്റാറിലുള്ള ഒരു എലമെൻറ്റ് തന്നെയായിരിക്കും. അപ്പോൾ ഈ എടുത്ത ഇദ്ദേഹം, അതായത് നമ്മളെടുത്ത വൈയുടെ പ്രീമേജ് ആയിട്ട് വരുന്ന ഈ 1/y എന്ന് പറയുന്നത് നമ്മുടെ ഡൊമൈനിലുള്ള ഒരു എലമെൻറ്റ് തന്നെയാണ്. സോ കോഡൊമൈനിൽ നിന്ന് ഒരു എലമെൻറ്റ് എടുത്തു, അതിനൊരു പ്രീമേജ് ഉണ്ടെന്ന് കണ്ടെത്തി. സോ ദിസ് ഫംഗ്ഷൻ മസ്റ്റ് ബി therefore f is on to. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓൺ ടു ആണെന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ ഒരു എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ആണെന്നും കിട്ടി, അത് ഓൺ ടു ആണെന്നും കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ ചോദിച്ചേക്കുന്നത്
ഇപ്പോൾ ഈ ഫംഗ്ഷൻ എന്നിൽ നിന്നും ആർ പ്ലസിലേക്കാണെങ്കിൽ അല്ലെങ്കിൽ ആർ സ്റ്റാറിലേക്കാണെങ്കിലോ എന്നാണ്. നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് ആർ സ്റ്റാറിലേക്കാണ് ഡിഫൈൻ ചെയ്തത് എന്ന് വെക്കുക. അപ്പോൾ ഇത് 1 1 ആവോ 1 2 ആവോ എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1 2 3 4 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്ന സാധനം കേട്ടോ. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇൻസ്പെക്ഷൻ വഴി ഞാൻ പറയാം, സിമ്പിളായിട്ട് പറയാം. നാച്ചുറൽ നമ്പേഴ്സാണ് ഡൊമൈൻ 1 2 3 4 എക്സെട്ര. അപ്പോൾ അതിൽ 1ന് ഇമേജ് ഉണ്ടോ എന്ന് നോക്കുക. 1ൻ്റെ ഇമേജ് 1/1 1 തന്നെ. 2ന് ഇമേജ് ഉണ്ടോ എന്ന് നോക്കുക. 2ൻ്റെ ഇമേജ് 1/2. 3ൻ്റെ ഇമേജ് 1/3. 4ൻ്റെ ഇമേജ് 1/4. 5ൻ്റെ ഇമേജ് 1/5. അപ്പോൾ ഈ നാച്ചുറൽ നമ്പറിലുള്ള എല്ലാ സംഖ്യകൾക്കും ഇവിടെ ഇമേജ് ഉണ്ട്. എല്ലാ എലമെൻറ്റിനും ഇമേജ് ഉണ്ട്. അത് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഉണ്ട്. 1ൻ്റെ ഇമേജ് 1 ആണ്. ഈ 1 ഇമേജ് ആയിട്ട് വരുന്ന വേറെ ഒരു സംഖ്യയും ഡൊമൈനിലില്ല. ഇതുപോലെ 2ൻ്റെ ഇമേജ് 1/2 ആണ്. 1/2 ഇമേജ് ആയിട്ട് വരുന്ന വേറൊരു സംഖ്യയും ഡൊമൈനിലില്ല. സോ ഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റ്സിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജുകളുണ്ട്. സോ ദിസ് ഫംഗ്ഷൻ എന്നിൽ നിന്ന് ആർ സ്റ്റാറിലേക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ അത് ക്ലിയർലി അത് 1 1 ആയിരിക്കും. ഇനി ഓൺ ടു ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ആർ സ്റ്റാറിൽ ഒരു എലമെൻ്റ് എടുത്തു. ഇപ്പോൾ ഞാൻ ആർ സ്റ്റാറിൽ നിന്ന് ഒരു 2 എടുത്തു എന്ന് വയ്ക്കുക. ആർ സ്റ്റാറിൽ നിന്ന് ഒരു 2 എടുത്തു. ഈ 2ൻ്റെ പ്രീ ഇമേജ് ആരാ? അപ്പോൾ ആർ സ്റ്റാറിൽ നിന്ന് ഒരു 2 എടുത്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോമിലായിരിക്കും 2 ഇരിക്കുക. അപ്പോൾ 1/x = 2 എന്ന് വിചാരിക്കുക. അപ്പോൾ x = 1/2. അതായത് ഞാനിങ്ങനെ ആർ സ്റ്റാറിൽ നിന്ന് 2 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്താൽ അതിൻ്റെ പ്രീ ഇമേജ് 1/2 ആണ്. പക്ഷെ അത് നമ്മുടെ ഡൊമൈനിലില്ല. അതായത് ആർ സ്റ്റാറിൽ നിന്ന് 2 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്തപ്പോൾ അതിന് പറ്റിയ പ്രീ ഇമേജ് നമ്മുടെ ഡൊമൈനിലില്ല. സോ ഈ 2 എന്ന് പറയുന്ന എലമെൻറ്റിന് പ്രീ ഇമേജ് ഇല്ല. അതുപോലെ 3 എടുത്താൽ അതിനും പ്രീ ഇമേജ് ഇല്ല. അതുകൊണ്ട് എന്നിൽ നിന്നും ആർ സ്റ്റാറിലേക്ക് ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ അത് ഓൺ ടു ആവില്ല. 1 1 ആവും, പക്ഷേ ഓൺ ടു ആവില്ല. ഓക്കെ, ഇനി നമുക്ക് പതുക്കെ അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ അതിൽ നമ്മളോട് ചെക്ക് ദി ഇൻജക്റ്റിവിറ്റി ആൻഡ് സർജക്റ്റിവിറ്റി എന്നാണ് ചോദ്യം. ഇൻജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 1ന് പറയുന്ന മറ്റൊരു പേരാണ്. സർജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഓൺ ടുവിന് വിളിക്കുന്ന മറ്റൊരു പേരാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫങ്ഷൻസ് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് പറയണം. അത്രേ ഉള്ളൂ. നമ്മൾ പ്രൂവ് ചെയ്യൊന്നും വേണ്ട, നമ്മൾ ചെക്ക് ചെയ്ത് പറഞ്ഞാൽ മതി, ആണോ അല്ലയോ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇത് എന്നിൽ നിന്നും എന്നിലേക്കാണ് ഡിഫൈൻ ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് സിമ്പിളായിട്ട് നമ്മുടെ ആരോ ഡയഗ്രാം ഉപയോഗിക്കുക. സിമ്പിളായിട്ട്, അതായത് എന്നിൽ നിന്ന് എന്നിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചുമ്മാ ആരോ ഡയഗ്രാം ഇങ്ങനെ ഒന്ന് വരച്ചു എന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്. 1 2 3 4 എക്സെട്ര. ഇവിടെയും n തന്നെ. അപ്പോൾ 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട്, എക്സെട്ര. അപ്പോൾ ഇതിൽ 1 എന്ന് പറയുന്ന എലമെൻ്റ് എടുത്താൽ അതിൻ്റെ ഇമേജ് 1³ 1ൻ്റെ ഇമേജ് 1 ആണ്. ഇതുപോലെ 2 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എടുത്താൽ അതിൻ്റെ ഇമേജ് 2³ 8 ആണ് വരിക. 3യുടെ ഇമേജ് 3³ 27 ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നോക്കിയാൽ ഒരുപാട് എലമെൻറ്റ്സ് ഇമേജ് ഇല്ലാതെ വിഷമിച്ചിരിക്കണു. ഇവർക്കൊന്നും, അതായത് ഈ പറയുന്ന എലമെൻറ്റ്സിന് ഒന്നും കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രീ ഇമേജ് ഇല്ല. ഇവരൊന്നും നമ്മുടെ റേഞ്ചിൽ പെട്ടിട്ടില്ല. സോ ഈ ഫങ്ഷൻ ഓൺ ടു ആവില്ല. പക്ഷേ 1ൻ്റെ ഇമേജ് 1 തന്നെ, 2ൻ്റെ ഇമേജ് 2³ 8, 3യുടെ ഇമേജ് 3³ 27, 4ന് 4³ 64. ഇങ്ങനെ ഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റിനും ഡിസ്റ്റിങ്ക്റ്റ് ഇമേജസ് ഉണ്ട്. അപ്പോൾ അത് 1 1 ആണ്, പക്ഷേ കോഡൊമൈനിലെ കുറേ എലമെൻറ്റുകൾ വെറുതെ കിടക്കണം. അതായത് റേഞ്ചും കോഡൊമൈനും ഈക്വൽ അല്ല. സോ ഈ ഫസ്റ്റ് ഫങ്ഷൻ അത് 1 1 ആണ്. ഫസ്റ്റ് ഫങ്ഷൻ എഫ് 1 1 ആണ്, പക്ഷേ അത് ഓൺ ടു അല്ല, ബട്ട് നോട്ട് ഓൺ ടു. കാരണം ഇതാണ് 1 1 എന്ന് പറയാൻ കാരണം, ഇപ്പോൾ 1ൻ്റെ ഇമേജ് 1, 2ൻ്റെ ഇമേജ് 8, 2³ 8, 3യുടെ ഇമേജ് 27, 3³. ഇതുപോലെ 4ൻ്റെ ഇമേജ് 64. അങ്ങനെ ഡൊമൈനിലുള്ള എല്ലാ എലമെൻറ്റ്സിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജുകളുണ്ട്. അതുകൊണ്ട് ഇത് 1 1 ആയി. പക്ഷേ ഓൺ ടു ആവാത്തതിന് കാരണം ഇപ്പോൾ 2 എന്ന് പറയുന്ന എലമെൻറ്റ് കോഡൊമൈനിൽ എടുത്തു. 2ന് പറ്റിയ പ്രീ ഇമേജ് ഇവിടെ ഇല്ല, 3ക്ക് പ്രീ ഇമേജ് ഇല്ല, 4ന് പ്രീ ഇമേജ് ഇല്ല, 5ന് ഇല്ല. സോ ഈ ഫങ്ഷൻ ഓൺ ടു അല്ല. ഇപ്പോൾ ഈ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ ദിസ് ഈസ് 1 1 ബട്ട് നോട്ട് ഓൺ ടു. ഇനി ഇതിലെ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ z/z ഗിവൺ ബൈ f(x) = x². f(x) = x² എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് z/z.
അപ്പോൾ നമ്മൾ ഈ സെഡ് എന്ന് പറയുമ്പോൾ അതിൽ നെഗറ്റീവ് നമ്പർ പെട്ടു, ഇവിടെ x² ആണ് കിടക്കുന്നത്. അപ്പോൾ ഈ x² എപ്പോൾ വന്നാലും നമ്മൾ നെഗറ്റീവ് നമ്പറിൻ്റെ കാര്യം ആലോചിക്കുക. അതായത് ഇപ്പോൾ ഇവിടെ -1ൻ്റെ ഇമേജ് എടുത്തു എന്ന് വയ്ക്കുക. ഈ സെഡിലുള്ള ഒരു എലമെൻ്റാണ് -1, അതിൻ്റെ ഇമേജ് എടുത്തു എന്ന് വയ്ക്കുക. f of -1 നമുക്ക് -1² എന്നാണ് കിട്ടുക, എന്ന് വെച്ചാൽ 1 എന്നാണ് വരിക. ഇതുപോലെ 1 എടുത്തു എന്ന് വയ്ക്കുക. സെഡിലുള്ള അടുത്ത എലമെൻ്റാണ് 1, അതെടുത്തു കഴിഞ്ഞാൽ 1ൻ്റെ സ്ക്വയറും 1 എന്ന് തന്നെ കിട്ടും. നോക്കിയാൽ -1ൻ്റെ ഇമേജും 1, 1ൻ്റെ ഇമേജും 1. സോ -1നും 1നും സെയിം ഇമേജ്. അപ്പോൾ -1, 1 ഹാവ് സെയിം ഇമേജ്. ഇതുപോലെ -2നും 2നും സെയിം ഇമേജ്. അപ്പോൾ നമുക്ക് പറയാം f ഈസ് നോട്ട് 1, 1. f ഈസ് നോട്ട് 1, 1. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1, 1 അല്ല, നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇനി ഈ തന്നിരിക്കുന്ന രണ്ടാമത്തെ ഫംഗ്ഷൻ ഓൺ ടു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സെഡിലുള്ള f of x x² എന്നാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സെഡിന്ന് സെഡിക്ക് -1ൻ്റെ ഇമേജ് 1, 0യുടെ ഇമേജ് 0, 1ൻ്റെ ഇമേജ് 1. അപ്പോൾ ഈ സെഡിൽ 2 എന്ന് പറയുന്ന ഒരു എലമെൻ്റ് ഉണ്ട്. ആ ഇപ്പം നമ്മളിതിനെ ജസ്റ്റ് ഒരു ഇതുപോലെ ആരോ ഡയഗ്രാം പോലെ വരച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ജസ്റ്റ് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഒന്നും എനിക്കറിയില്ല. അപ്പോൾ -1, 0, 1, 2 എക്സെട്ര. ഇവിടെയാണെങ്കിൽ ഇപ്പോൾ -1, 0, 1 ഇതിൻ്റെ മുകളിലേക്ക് നമ്പർ ഉണ്ട് കേട്ടോ, 2 എക്സെട്ര. ഇങ്ങനെയാണെന്ന് വെക്കുക. ഇതിൽ -1ൻ്റെ ഇമേജ് 1, 0യുടെ ഇമേജ് 0, 1ൻ്റെ ഇമേജ് 1, 2ൻ്റെ ഇമേജ് ആണെങ്കിൽ 4, 3യുടെ ഇമേജ് ആണെങ്കിൽ 9. അപ്പോൾ ഈ കൂട്ടത്തിൽ പെടാത്ത ഒരുപാട് നമ്പറുകളുണ്ട്, നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്. ഒരിക്കലും ഒരു ഇൻറ്റിജറിൻ്റെയും ഇമേജ് ആയിട്ട് അല്ലെങ്കിൽ സ്ക്വയർ ആയിട്ട് നെഗറ്റീവ് നമ്പേഴ്സ് വരില്ല. അപ്പോൾ ഈ സെഡ് എന്ന് പറയുന്ന കോഡൊമൈനിലെ ഒരുപാട് നമ്പറുകൾ പ്രീ ഇമേജ് ഇല്ലാതെ നിൽക്കുന്നു. സോ ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല, ഈസ് നോട്ട് ഓൺ ടു. ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓൺ ടു അല്ല, ഒരുപാട് നമ്പറുകൾ പ്രീ ഇമേജ് ഇല്ലാതെ നിൽക്കണം. അപ്പോൾ ഈ രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നത് 1, 1 അല്ല, ഓൺ ടു അല്ല. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. പ്രൂവ് ദാറ്റ് ദി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ, +1 പഠിച്ച ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ f ഫ്രം R to R, റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ, അത് ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യാറ്. അതൊക്കെ +1 നമ്മൾ ഓർക്കുന്നതാണ്. f of x ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് x. ഇത് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് കേട്ടോ. ഇത് നൈദർ 1, 1 നോർ ഓൺ ടു. ഇത് 1, 1 അല്ല, ഓൺ ടു അല്ല എന്ന് പ്രൂവ് ചെയ്യണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് റിയൽ നമ്പറിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, ഡൊമൈൻ റിയൽ നമ്പറാണ്. നമുക്ക് ഡൊമൈൻ റിയൽ നമ്പർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ഗ്രാഫ് ഉപയോഗിച്ച് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഡൊമൈൻ റിയൽ നമ്പർ ആണെങ്കിൽ നമുക്ക് XY ആക്സിസ് വരച്ച് ഗ്രാഫ് വരയ്ക്കാം. ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 1, 1 ആണോ ഓൺ ടു ആണോ എന്ന് പെട്ടെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ പ്രോബ്ലം ചെയ്യാൻ പോണത് ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്താണെന്നൊക്കെ ഓർമ്മയുണ്ടല്ലോ, നമ്മൾ +1 ഓൾറെഡി കണ്ടതാണ്. അതായത് ഇപ്പം എഫ് ഓഫ് ഞാനൊരു എക്സാമ്പിൾ പോലെ കാണിക്കാം. f of 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 1.5 എന്ന് വെച്ചാൽ ഈ 1.5ന് തൊട്ട് മുമ്പുള്ള ഇൻറ്റിജർ, അതായത് 1. ഇതുപോലെ f of 2.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തൊട്ട് മുമ്പുള്ള ഇൻറ്റിജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് നമ്മൾ ഓർക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇതൊരു 1 ആണ്, ഇതൊരു 2 ആണ്, ഇതിപ്പോൾ ഇവിടെ ഒരു -1 ഉണ്ട്, ഇത് -2 ആണ്, ഇത് നമ്മുടെ 1, ഇത് 2, ഇത് -1, ഇത് -2 എന്ന് വിചാരിക്കും. അപ്പോൾ 0ൻ്റെ ഇമേജ് 0ആണ്. അവിടെ തൊട്ട് 1 വരെയുള്ള എല്ലാ സംഖ്യകളുടെയും ഇമേജ് 0ആണ്. പക്ഷെ 1ൻ്റെ ഇമേജ്, അതുപോലെ 1 തൊട്ട് 2 വരെയുള്ള സംഖ്യകളുടെ ഇമേജ് ഒക്കെ 1 ആണ്. പക്ഷെ 2ൻ്റെ ഇമേജ് 2 തന്നെയാണ്. 2ൻ്റെ ഇമേജ് 2 തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫ് പഠിച്ചേക്കണത്. ഇങ്ങനെയാണ് നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് പഠിച്ചേക്കണത്. ഇതിനെ നമ്മൾ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നൊക്കെ വിളിക്കും എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇരിക്കുന്ന ഫംഗ്ഷൻസാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഗ്രാഫ് വരിക. ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ
1.1 എന്ന് പറയുന്ന എലമെൻറ്റ് അതിൻ്റെ ഇമേജ് എത്രയാണ്? 1.1ൻ്റെ ഇമേജ് 1 ആണ്. ഇതുപോലെ 1 എന്ന് പറയുന്ന എലമെൻറ്റ് അതിൻ്റെ ഇമേജും 1 ആണ്. ഇതുപോലെ 1.2 എന്ന് പറയുന്ന എലമെൻറ്റ് അതിൻ്റെ ഇമേജും 1 ആണ്. 1.3 എന്ന് പറയുന്ന എലമെൻറ്റ് അതിൻ്റെ ഇമേജും 1 ആണ്. സോ ഒരുപാട് എലമെൻറ്റ്സിന് സെയിം ഇമേജ് വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ ഫംഗ്ഷൻ 1 അല്ല. അപ്പോൾ ദേ ഇവിടെ നമ്മൾ കറക്റ്റ് എക്സാമ്പിളായിട്ട് എഴുതുകയാണെങ്കിൽ ഇപ്പോൾ എഫ് ഓഫ് 1.5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 1.5 അതിൻ്റെ ആൻസർ 1 ആണ്. ഇതുപോലെ ഇപ്പോൾ എഫ് ഓഫ് 1.6 എന്ന് വെച്ചാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 1.6 അതിൻ്റെ ആൻസറും 1 ആണ്. അപ്പോൾ 1നും 2നും ഇടയിലുള്ള ഏത് നമ്പർ എടുത്താലും അതിൻ്റെ ഒക്കെ ഇമേജ് 1 ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് സെയിം ഇമേജ് വന്നിരിക്കുന്നു. ഡൊമെയിനിലുള്ള 2 പേർക്ക് അല്ലെങ്കിൽ കുറേ ആൾക്കാർക്ക് സെയിം ഇമേജ് വന്നിരിക്കുന്നു. സോ സംശയിക്കേണ്ട, ഹിയർ എഫ് ഈസ് നോട്ട് 1 ഒറ്റയടിക്ക് നമുക്ക് പറയാം എഫ് 1 അല്ല. അപ്പോൾ അതിനുള്ള റീസണും നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് 1 അല്ല എന്ന് കിട്ടി. ഇനി ഓൺ ടു ആണോ എന്ന് നോക്കാം. അപ്പോൾ ഓൺ ടു ആവണമെങ്കിൽ റേഞ്ചും കോഡൊമെയിനും സെയിം ആവണം. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫൊക്കെ വരച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിയിട്ട് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് നമുക്ക് പെട്ടെന്ന് പറയാം. വൈ ആക്സിസിൽ ആരുടെയൊക്കെ നേരെ ഗ്രാഫ് വന്നിട്ടുണ്ട് അതാണ് റേഞ്ച്. ഇപ്പോൾ നോക്കിയേ, 0യുടെ നേരെ ഗ്രാഫ് വന്നിട്ടുണ്ട്, 1ൻ്റെ നേരെ ഗ്രാഫ് വന്നിട്ടുണ്ട്, 2ൻ്റെ നേരെ ഗ്രാഫ് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഇടയിൽ കിടക്കുന്ന ഒരു എലമെൻറ്റിൻ്റെ നേരെ വന്നിട്ടില്ല, ഇവിടെ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഞ്ച് ഓഫ് എഫ്, ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ റേഞ്ച് ഇൻറ്റിജേഴ്സ് ആണ്. ഇൻറ്റിജേഴ്സ് മാത്രമാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ റേഞ്ചിൽ വരിക. Z അഥവാ ഇൻറ്റിജേഴ്സ് -1, -2 അങ്ങനെ പിന്നെ 0 അതുപോലെ 1, 2, 3 അങ്ങനെ പോണ ഇൻറ്റിജേഴ്സ് മാത്രമേ ഇതിൻ്റെ റേഞ്ചിൽ വരുള്ളൂ. അതുകൊണ്ടാണ് ഇതിൻ്റെ പേര് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ. ഒരു നമ്പർ തന്നാൽ അതിന് തൊട്ട് മുമ്പ് ഇൻറ്റിജർ, അതാണ് ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത. സോ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് ഇൻറ്റിജേഴ്സാണ്. നമുക്കിവിടെ തന്നേക്കണ കോഡൊമെയിനോ, നമുക്കിവിടെ തന്നേക്കണ കോഡൊമെയിൻ ദേ റിയൽ നമ്പറാണ്. അപ്പോൾ റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ, റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. therefore f is not onto. അതുകൊണ്ട് ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൺ ടു അല്ല. അപ്പോൾ ഇവിടെ നമുക്ക് തന്ന ഈ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 1 അല്ല, ഓൺ ടു അല്ല എന്ന് നമ്മൾ തെളിയിച്ചു. അടുത്ത ക്വസ്റ്റ്യനിൽ മോഡുലസ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് പറയുന്ന മോഡുലസ് ഫംഗ്ഷൻ തന്നിരിക്കുന്നു. വിച്ച് ഈസ് ഡിഫൈൻഡ് ഫ്രം R to R. റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് മോഡുലസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അത് 1 ആണോ അല്ലെങ്കിൽ അത് 1 അല്ല, അതുപോലെ ഓൺ ടു അല്ല എന്ന് തെളിയിക്കണം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ അത് നമ്മളൊന്ന് തെളിയിക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ റിയൽ നമ്പറിൽ നിന്നാണ്, നമ്മുടെ ഡൊമൈൻ റിയൽ നമ്പറാണ്. സോ നമുക്ക് ഗ്രാഫിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ ആദ്യം തന്നെ എന്താണ് മോഡുലസ് ഫംഗ്ഷൻ അതൊന്ന് ഓർമ്മിപ്പിച്ചിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. അപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മോഡ് എക്സ് എന്ന് എഴുതും. എന്ന് വെച്ചാൽ നമ്മൾ ഡൊമൈനിനെ 3 സ്പ്ലിറ്റ് ചെയ്യണം. എക്സ് 0 വലുതാണെങ്കിൽ മോഡ് എക്സിൻ്റെ ഉത്തരം എക്സ്. ഇനി എക്സ് 0 ആണെങ്കിൽ മോഡ് എക്സിൻ്റെ ഉത്തരം 0. എക്സ് 0 ചെറുതാണെങ്കിൽ മോഡ് എക്സിൻ്റെ ഉത്തരം -x. ഇതാണ് നമ്മൾ പഠിച്ചിരിക്കുന്ന മോഡ് എക്സിൻ്റെ ഡെഫിനിഷൻ. ഇവിടെ മോഡ് എക്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ മോഡ് എക്സിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്, ഓർമ്മയുണ്ടാവും എല്ലാവർക്കും. വി ഷേപ്പിലാണ് മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇരിക്കുക. അതായത് ഇതിൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ് പോവുക. ഈ മോഡുലസ് ഫംഗ്ഷൻ 1 ആണോ ഓൺ ടു ആണോ എന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ആദ്യം 1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. 1 ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പഠിച്ചതനുസരിച്ച് ഇപ്പോൾ -1ൻ്റെ ഇമേജ് ആരാ? അതായത് ഇപ്പോൾ ലെറ്റ് എക്സ് ഈക്വൽ ടു -1 എന്ന് എടുത്തു എന്ന് വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് -1 എത്രയാണ്? എഫ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ മോഡ് -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇതുപോലെ ഇപ്പോൾ എക്സ് ഈക്വൽ ടു 1 എന്ന് എടുത്തു എന്ന് വയ്ക്കുക.
അപ്പോൾ എഫ് ഓഫ് 1 എത്രയാണ്? മോഡ് 1 ആണ് എന്ന് വെച്ചാൽ അതും 1. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ -1നും 1നും ഒരേ ഇമേജ്. -1, 1 ഹാവ് സെയിം ഇമേജ്. -1നും 1നും സെയിം ഇമേജ്. Therefore f is not 1, 1. അതുകൊണ്ട് ഈ എഫ് 1, 1 അല്ല എന്ന് പറയാം. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1, 1 അല്ല. ഇതുപോലെ -2, 2 എടുക്കാട്ടെ. ഏത് എക്സാമ്പിൾ വേണം നിങ്ങൾക്ക് എഴുതാം. ഞാൻ ജസ്റ്റ് എളുപ്പത്തിലുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞെന്ന് മാത്രം. അപ്പോൾ ഇത് 1, 1 അല്ല എന്ന് കിട്ടി. ഇനി on2 ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ നേരെ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് തപ്പിപ്പോകണം. അപ്പോൾ ഇത് on2 ആണോ അല്ലയോ എന്ന് അറിയാനായിട്ട് ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് ആരാന്ന് നോക്കിയേ. ഇതാണ് നമ്മുടെ y ആക്സിസ്. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റേഞ്ച് പറയാം. ഈ ഗ്രാഫ് y ആക്സിസിലെ 0ൻ്റെ അവിടുന്ന് മോളിലേക്കാണ് പോയേക്കുന്നത്. സോ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച്, നമ്മുടെ മോഡുലസ് ഫംഗ്ഷൻ്റെ റേഞ്ച് ദാറ്റ് ഈസ് ഈക്വൽ ടു ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to ഇൻഫിനിറ്റി. 0 മുതൽ ഇത് 0, ഏറ്റവും മുകളിൽ ഇൻഫിനിറ്റി. അപ്പോൾ 0 തൊട്ട് ഇൻഫിനിറ്റി വരെയാണ് ഇതിൻ്റെ റേഞ്ച്. ഇതിൻ്റെ കോഡൊമെയിൻ ആരാന്ന് നോക്കാം. കോഡൊമെയിൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ എവിടുന്ന് എവിടേക്കാണോ ഡിഫൈൻ ചെയ്തേക്കുന്നത് അതാണ് കോഡൊമെയിൻ. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷൻ ആറിൽ നിന്ന് ആറിലേക്കാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കോഡൊമെയിൻ. അപ്പോൾ നമ്മുടെ കോഡൊമെയിൻ റിയൽ നമ്പർ. നിങ്ങൾ തന്നെ നോക്കിക്കോ, റേഞ്ചും കോഡൊമെയിനും സെയിം ആണോ? റേഞ്ചും കോഡൊമെയിനും ഡിഫറൻ്റ് ആണ്. Therefore നമുക്ക് പറയാം റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. അതുകൊണ്ട് ദിസ് ഫംഗ്ഷൻ ഈസ് നോട്ട്. Therefore f is not on2. എഫ് on2 അല്ല. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട മോഡുലസ് ഫംഗ്ഷനും on2 അല്ല എന്ന് കിട്ടിയിട്ടാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 1, 1 അല്ല on2 അല്ല എന്ന് കാണിച്ചു. ഇപ്പോൾ ദേ മോഡുലസ് ഫംഗ്ഷനും 1, 1 അല്ല on2 അല്ല എന്ന് കാണിച്ചു. അടുത്തത് സിഗ്നം ഫംഗ്ഷൻ തന്നിരിക്കുന്നു. ഫ്രം R to R. സിഗ്നം ഫംഗ്ഷൻ അതിൻ്റെ ഡെഫിനിഷനും കൂടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് +1. എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഉത്തരം എഫ് ഓഫ് എക്സിൻ്റെ ഉത്തരം 1. എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ എഫ് ഓഫ് എക്സ് 0. എക്സ് 0നേക്കാൾ ചെറുതാണെങ്കിൽ എഫ് ഓഫ് എക്സ് -1. ഇതാണ് സിഗ്നം ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. ഈ സിഗ്നം ഫംഗ്ഷൻ റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്ക് ഡിഫൈൻ ചെയ്തു എന്ന് വെക്കുക. എങ്കിൽ അത് 1, 1 അല്ല on2 അല്ല എന്ന് തെളിയിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതും റിയൽ നമ്പറാണ് ഇതിൻ്റെ ഡൊമൈൻ. സോ നമുക്ക് ഈ ചോദ്യം ചെയ്യുമ്പോഴും ഗ്രാഫിൻ്റെ സഹായത്തോടുകൂടി ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഓൾറെഡി നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഗ്രാഫിൻ്റെ ഷേപ്പൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതായത് ഇപ്പോൾ ഇവിടെ 1 ഉണ്ട്, ഇവിടെ 2 ഉണ്ടെന്ന് വെക്കുക. 0 ആണെങ്കിൽ ഇമേജ് 0, ഇവിടെ 0, 0. ഇനി 0നേക്കാൾ വലിയ നമ്പർ ആണെങ്കിൽ എപ്പോഴും ഇമേജ് 1. അപ്പോൾ 0ൻ്റെ ഇമേജ് 0, 0നേക്കാൾ വലിയ എല്ലാ നമ്പറിൻ്റെ ഇമേജ് 1. ഇതുപോലെ 0നേക്കാൾ ചെറിയ എല്ലാ നമ്പറിൻ്റെ ഇമേജ് -1. ഇങ്ങനെയാണ് നമ്മൾ സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് പഠിച്ചേക്കുന്നത്. അപ്പോൾ ഇത് 1, 1 ആണോ on2 ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എഫ് ഓഫ് 1 എടുത്തു എന്ന് വയ്ക്കുക. 1ൻ്റെ ഇമേജ് 0നേക്കാൾ വലിയ എല്ലാ എലമെൻറ്റിൻ്റെ ഇമേജ് 1 ആണ്. സോ 1ൻ്റെ ഇമേജ് നോക്കി കഴിഞ്ഞാൽ 1 എന്ന് കിട്ടി. ഇതുപോലെ എഫ് ഓഫ് 2 എടുത്തു എന്ന് വയ്ക്കുക. 2ൻ്റെ ഇമേജും 1 തന്നെ. ഇതുപോലെ 0നേക്കാൾ വലിയ എല്ലാ സംഖ്യയുടെ ഇമേജ് 1 ആണ്. സോ ഇവിടെ തന്നെ 2 എലമെൻറ്റിന് സെയിം ഇമേജ്. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ ഹിയർ 1, 2 ഹാവ് സെയിം ഇമേജ്. 1നും 2നും മാത്രമല്ല കുറേ നമ്പറിന് സെയിം ഇമേജ് ഉണ്ട്. നമ്മളിപ്പോൾ 2 എലമെൻറ്റിന് തന്നെ സെയിം ഇമേജ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ 1, 1 അല്ലാന്ന് പറയാമല്ലോ. അപ്പോൾ നമ്മളിവിടെ 1ഉം 2ഉം എടുത്തു, അതിൻ്റെ 2ൻ്റെ ഇമേജ് സെയിം ആണ്. സോ 1, 2 ഹാവ് സെയിം ഇമേജ്. Therefore എഫ് ഈസ് നോട്ട് 1, 1. അതുകൊണ്ട് ഈ സിഗ്നം ഫംഗ്ഷൻ 1, 1 അല്ല. Therefore എഫ് ഈസ് നോട്ട് 1, 1. ഇത് 1, 1 അല്ല എന്ന് കിട്ടി. ഇനി on2ൻ്റെ കാര്യം നോക്കാം. അപ്പോൾ on2ൻ്റെ കാര്യം ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ഈ ഗ്രാഫ് നോക്കി ഇതിൻ്റെ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എടുത്ത് എഴുതുക. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന് 3 ഉത്തരങ്ങളേ ഉള്ളൂ. -1, 0, 1. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് -1, 0, 1. ബട്ട് ഇതിൻ്റെ കോഡൊമെയിൻ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ഫംഗ്ഷൻ്റെ കോഡൊമെയിൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സാണ്. അപ്പോൾ കോഡൊമെയിൻ റിയൽ നമ്പർ, റേഞ്ച് സിമ്പിളായിട്ടുള്ളൊരു ഫൈനൈറ്റ് സെറ്റ്. ഇത് 2 സെയിം ആണോ? 2 സെയിം അല്ല.
റേഞ്ചിലാകെ 3 എലമെൻറ്റേ ഉള്ളൂ. കോഡൊമൈനിലാണെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. സോ റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമൈൻ. റേഞ്ചും കോഡൊമൈനും സെയിം അല്ല. ദെയർഫോർ എഫ് ഈസ് നോട്ട് ഓൺ ടു. അപ്പോൾ ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനും ഓൺ ടു അല്ല. അപ്പം നമ്മൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷനും 1 1 അല്ല, ഓൺ ടു അല്ല. സിഗ്നം ഫംഗ്ഷനും 1 1 അല്ല, ഓൺ ടു അല്ല. ഇപ്പോൾ ദേ അതുപോലെ മോഡുലസ് ഫംഗ്ഷനും 1 1 അല്ല, ഓൺ ടു അല്ല. ഇത് ആറിൽ നിന്ന് ആറിലേക്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ. അപ്പോൾ അതും നമ്മളൊന്ന് ഓർത്ത് വെച്ച്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിരിക്കുന്നു, സെറ്റ് 1 2 3. അതുപോലെ ബി എന്ന് പറഞ്ഞാൽ സെറ്റ് 4 5 6 7. അതിൽ എയിൽ നിന്നും ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫംഗ്ഷൻ്റെ റോസ്റ്റർ ഫോം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഭാഗ്യമായി റോസ്റ്റർ ഫോമാണ് തന്നേക്കുന്നത്. 1 4 2 5 3 6 ഇങ്ങനെയാണ് നമ്മുടെ ഫംഗ്ഷൻ തന്നേക്കുന്നത്. ഈ ഫംഗ്ഷൻ 1 1 ആണെന്ന് കാണിക്കണം. അതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ജസ്റ്റ് റോസ്റ്റർ ഫോമിൽ ഒരു ഫംഗ്ഷൻ തന്നിരിക്കുന്നു, ആകെ 3 എലമെൻറ്റേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷനെ നമുക്കൊരു ആരോ ഡയഗ്രം ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു ആരോ ഡയഗ്രം യൂസ് ചെയ്ത് തന്നിരിക്കുന്ന ഫംഗ്ഷനെ റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡൊമൈനിൽ 1 2 3 ഇതാണ് നമ്മുടെ എ. ഇത് നമ്മുടെ ബിയിലുള്ളത് 4 5 6 7. എയിൽ നിന്നും ബിയിലേക്ക് ഒരു ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്ന എഫ്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 മാപ്സ് ഇൻറ്റു 4. ഒന്നിൻ്റെ ഇമേജ് 4, 2ൻ്റെ ഇമേജ് 5, 3യുടെ ഇമേജ് 6. അപ്പം നോക്കിയേ, ഡൊമൈനിലുള്ള 1 എന്ന് പറയുന്ന എലമെൻറ്റിന് ഒരു ഇമേജ് ഉണ്ട്, ദാറ്റ് ഈസ് 4. 2ന് ഇമേജ് ഉണ്ട് 5, 3യുടെ ഇമേജ് 6. അപ്പോൾ ഡൊമൈനിലുള്ള ഈ 3 എലമെൻറ്റ്സിനും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജുകൾ, 3നും വ്യത്യസ്തങ്ങളായ ഇമേജുകളുണ്ട്. സോ ക്ലിയർലി ദിസ് ഫംഗ്ഷൻ ഈസ് 1 1. അപ്പോൾ സിൻസ് each element in the domain has distinct image, since each element in the domain has distinct image, the domain has distinct image, f is 1 1. എഫ് 1 1 ആണ്. നമ്മളോട് 1 1 ആണെന്ന് കാണിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ വേണമെങ്കിൽ നമുക്ക് തമാശയ്ക്ക് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഓൺ ടു ആണോ ജസ്റ്റ് മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് 4 5 6 ആണ്. കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ബി ഫുള്ള് എന്ന് വെച്ചാൽ സെറ്റ് 4 5 6 7. റേഞ്ചും കോഡൊമൈനും സെയിം അല്ല. സോ ഇത് ഓൺ ടു അല്ല. ചോദിച്ചിട്ടൊന്നുമില്ല, നമ്മൾ വെറുതെ പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അതവിടെ വെച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യാം. ഒരു ഫംഗ്ഷൻ്റെ റോസ്റ്റർ ഫോം തരികയാണെങ്കിൽ പ്രൂവ് ചെയ്യാനൊക്കെ സിമ്പിളാണ്, നിസ്സാരമാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് കാര്യം പറയാൻ പറ്റും. ഇനി ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഒരു ഇതുവരെ ചെയ്തതിൽ നിന്നും സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം. എ ബി എന്ന് പറയുന്ന ഏതോ 2 സെറ്റുകൾ ഞാനിവിടെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എ ക്രോസ് ബിയിൽ നിന്നും ബി ക്രോസ് എയിലേക്കാണ്. എ ക്രോസ് ബിയിൽ നിന്നും ബി ക്രോസ് എയിലേക്കാണ്. അപ്പോൾ ഈ എ ക്രോസ് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സെറ്റിൻ്റെ ക്രോസ് പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള എലമെൻറ്റ്സ് എല്ലാം ഓർഡേർഡ് പെയറിൻ്റെ ഫോമിലായിട്ടായിരിക്കും ഇരിക്കുക. ഓർഡേർഡ് പെയർ 1 2, ഓർഡേർഡ് പെയർ 1 3, അങ്ങനെ ഓർഡേർഡ് പെയർ ആയിട്ടായിരിക്കും ഇരിക്കുക ഇവിടുത്തെ എലമെൻറ്റുകളും. അത് ഇനി ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ എഫ് ഓഫ് എ ബി. ഞാൻ പറഞ്ഞു ഇതിലെ എലമെൻറ്റ്സ് ഒക്കെ ഓർഡേർഡ് പെയർ ആയിട്ടാണ് ഇരിക്കുക. അപ്പോൾ അതിൽ എ ബി എന്ന് പറയുന്ന ഒരു എലമെൻറ്റിൻ്റെ ഇമേജ് ബി എ ആണ്. അതായത് ഈ എക്സ് വൈ കോർഡിനേറ്റുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യണം. അതാണ് ഈ ഫംഗ്ഷൻ്റെ പ്രത്യേകത. നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഫംഗ്ഷൻ ഒരു ബൈജെക്ഷൻ ആണെന്ന് തെളിയിക്കണം. ബൈജെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് 1 1 ഓൺ ടു ആണെന്ന് തെളിയിക്കണം. 1 1 ആണോ ഓൺ ടു ആണെങ്കിലാണ് നമ്മൾ ആ ഫംഗ്ഷനെ ബൈജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് വിളിക്കുക. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് 1 1 ആണെന്ന് ഒന്ന് തെളിയിച്ച് നോക്കാം. 1 1 ആണെന്ന് നോക്കാം. അപ്പോൾ 1 1 നോക്കേണ്ട ഐഡിയ എന്താ വെച്ചാൽ ലെറ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. അതാണ് ഐഡിയ. പക്ഷേ ഇവിടുത്തെ എലമെൻറ്റുകൾ ഓർഡേർഡ് പെയേഴ്സ് ആയിട്ടാണ് നിൽക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യുക, ലെറ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് എടുക്കുന്നതിന് പകരം എഫ് ഓഫ് a1 b1
ഈക്വൽ ടു എഫ് ഓഫ് a2b2 എന്ന് എടുക്കുക. അതിനുള്ള കാരണം ഞാൻ പറഞ്ഞു, ഇവിടുത്തെ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഓർഡേർഡ് പെയറുകളാണ്, സിംഗിൾ എലമെൻറ്റ്സ് അല്ല. ഇത് a ക്രോസ് ബിയിലാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ ഇവിടുത്തെ എലമെൻറ്റുകൾ എപ്പോഴും ഓർഡേർഡ് പെയർ ആയിട്ടാണ് നിൽക്കുക. ഇനി നോക്കിയേ, എഫ് ഓഫ് a1b1 ഈക്വൽ ടു എഫ് ഓഫ് a2b2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എഫ് ഓഫ് a1b1 ആരാ? ഇവിടെ എഫ് ഓഫ് ab എന്ന് പറഞ്ഞാൽ ബി എ ആണ്. അപ്പോൾ എഫ് ഓഫ് a1b1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു b1, a1. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെയാണെങ്കിൽ b2, a2. ഇപ്പം ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദെയർഫോർ രണ്ട് ഓർഡേർഡ് പെയറുകൾ ഈക്വൽ ആവണമെങ്കിൽ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആവണം. അതായത് b1 ഈക്വൽ ടു b2 ആവണം, അതുപോലെ ആൻഡ് a1 ഈക്വൽ ടു a2 ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് a1b1 ഈക്വൽ ടു a1നോട് ഈക്വൽ ആണ് a2. അപ്പോൾ a1b1 ഈക്വൽ ടു a2b2. അപ്പോൾ നോക്കിയേ, നമ്മൾ എവിടുന്നാണ് തുടങ്ങിയേ? എഫ് ഓഫ് a1b1 ഈക്വൽ ടു എഫ് ഓഫ് a2b2 എന്ന് പറഞ്ഞ് തുടങ്ങി ചെയ്ത് വന്നപ്പോൾ a1b1 ഈക്വൽ ടു a2b2 എന്ന് കിട്ടി. ദെയർഫോർ നമുക്ക് പറയാം ദെയർഫോർ എഫ് ഈസ് 1, 1. അതുകൊണ്ട് എഫ് 1, 1 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പണിയൊന്നുമില്ല. ഇതാണ് നമ്മുടെ കോഡൊമൈൻ ബി ക്രോസ് എ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു എലമെൻ്റ് എടുത്തു. അപ്പോൾ ബി ക്രോസ് എയിലെ എലമെൻ്റ് എന്ന് പറയുമ്പോൾ അതൊരു ബി എ ആണെന്ന് വിചാരിക്കുക. ജസ്റ്റ് റാൻഡം ആയിട്ടൊരു എലമെൻറ്റ് ചൂസ് ചെയ്തു, അതൊരു ബി എ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ബി എയുടെ പ്രീ ഇമേജ് സിമ്പിൾ, ഇവിടെ എ ബിയുടെ ഇമേജാണ് ബി എ. സോ ബി എയുടെ പ്രീ ഇമേജ് എന്ന് പറഞ്ഞാൽ തമ്മിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊന്ന് ഇൻ്റർചേഞ്ച് ചെയ്ത് ബി എയുടെ പ്രീ ഇമേജ് എ ബി ആയിരിക്കും. ഇതുപോലെ ഈ ബി ക്രോസ് എയിൽ നിന്നും ഏത് എലമെൻറ്റ് റാൻഡമായിട്ട് സെലക്ട് ചെയ്താലും അതിൻ്റെ പ്രീ ഇമേജ് ഇവിടെ കിടക്കുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എഴുതുവാണെങ്കിൽ ഓൺ ടു ആണോ എന്ന് നോക്കാനായിട്ട് കൺസിഡർ ആൻ ആർബിട്രറി എലമെൻറ്റ് ഫ്രം ദി കോഡൊമൈൻ. അതായത് ഞാൻ ആർബിട്രറി ആയിട്ട് ബി എ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുത്തു ഫ്രം ദി കോഡൊമൈൻ. അതായത് ബി ക്രോസ് എയിൽ നിന്നും ഇങ്ങനെ ഒരു എലമെൻറ്റ് എടുത്തു. ദെൻ നമുക്ക് ഉറപ്പായിട്ടും പറയാം ദെൻ ദർ എക്സിസ്റ്റ് എൻ എ ബി belongs to A cross B such that f of AB equal to BA. അപ്പോൾ കോഡൊമൈനിൽ നിന്ന് ഏത് എലമെൻറ്റ് ബി എ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെൻറ്റ് നമ്മുടെ ഡൊമൈനിൽ കിടക്കുന്നുണ്ടാവും. സോ വിച്ച് മീൻസ് ദെയർഫോർ എഫ് ഈസ് ഓൺ ടു. അതിൻ്റെ അർത്ഥം ഇവിടെ തന്നിരിക്കുന്ന എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൺ ടു ആണ്. അപ്പോൾ എഫ് 1, 1 ആണെന്നും കിട്ടി, ഓൺ ടു ആണെന്നും കിട്ടി. ഒരു ഫംഗ്ഷൻ 1, 1 ഓൺ ടു ആണെങ്കിൽ ദെയർഫോർ എഫ് ഈസ് ബൈജക്റ്റീവ്. 1, 1 ഓൺ ടുവും ആണെങ്കിൽ ആ ഫംഗ്ഷൻ ബൈജക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ദെയർഫോർ ഹിയർ എഫ് ഈസ് ബൈജക്റ്റീവ്. ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ് state whether the function is 1, 1 on to or bijective. Justify your answer. അതായത് താഴെ രണ്ട് സബ് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നു, രണ്ട് ഫങ്ഷൻസ് തന്നിരിക്കുന്നു. ആ തന്നിരിക്കുന്ന ഫങ്ഷൻസ് 1, 1 ആണോ, ഓൺ ടു ആണോ, ഇനി അത് ബൈജക്ഷൻ ആണോ എന്ന് നമ്മൾ കണ്ടെത്തണം. നമ്മൾ പറയണം, നമ്മളത് ജസ്റ്റിഫൈ ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള റീസണോട് കൂടി നമ്മൾ പറയണം. ഓക്കെ, അപ്പോൾ ഞാനിതിലെ എ ക്വസ്റ്റ്യൻ വെച്ചിട്ട് തുടങ്ങാം. അപ്പോൾ ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3 - 4x എന്നാണ് തന്നേക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എഫ് ഓഫ് എക്സ് ആയിട്ട് തന്നേക്കുന്നത് ഇറ്റ്സ് എ ലീനിയർ പോളിനോമിയൽ. റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് ഒരു ലീനിയർ പോളിനോമിയൽ തന്നിരിക്കുന്നു. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് പറയാം ഫ്രം ആർ ടു ആർ ഏതൊരു ലീനിയർ പോളിനോമിയൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലീനിയർ ഫങ്ഷൻസ്, ഇപ്പോൾ ഇതിൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. അപ്പോൾ ഇത്തരം ഫങ്ഷൻസ് എപ്പോഴും 1, 1 ആയിരിക്കും, ഓൺ ടു ആയിരിക്കും. അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും ചോദ്യങ്ങൾ ഇതുപോലെ വരികയെന്ന് വെക്കുക, വിച്ച് മീൻസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x + 2 ഫ്രം ആർ ടു ആർ, 7x + 3 ഫ്രം ആർ ടു ആർ എന്ന് പറഞ്ഞ് ഏത് ലീനിയർ പോളിനോമിയൽ എഫ് ഓഫ് എക്സിൻ്റെ ആൻസർ ആയിട്ട് വന്നാലും ആ തന്നിരിക്കുന്ന ഫങ്ഷൻസൊക്കെ കൺഫേം ആയിട്ടും 1, 1 ഓൺ ടു ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം.
അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇത് 1 1 ആണെന്ന് ഒന്ന് കാണിക്കണം. അപ്പോൾ 1 1 ആണെന്ന് കാണിക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സ്ഥിരം ചെയ്യുന്ന സ്റ്റെപ്പുകളിലേക്ക് വരാം. എപ്പോഴും ഒരു ഫംഗ്ഷൻ 1 1 ആണെന്ന് കാണിക്കാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ലെറ്റ് എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. എഫ് ഓഫ് എക്സ് വണ്ണും എഫ് ഓഫ് എക്സ് ടു സെയിം ആണെന്ന് സങ്കല്പിക്കുക. അതായത് എക്സ് വണ്ണിൻ്റെ ഇമേജും എക്സ് ടുവിൻ്റെ ഇമേജും സെയിം ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഇതാണ് എഫ് ഓഫ് എക്സ്. സോ എഫ് ഓഫ് എക്സ് വൺ എന്ന് പറഞ്ഞാൽ 3 മൈനസ് 4x1 ഈക്വൽ ടു 3 മൈനസ് 4x2. ആദ്യം തന്നെ നമുക്ക് ഈ 3യും 3യും വെട്ടിക്കളയാം. അതായത് ഈ 3 ഇങ്ങോട്ട് വന്നാൽ -3, അപ്പോൾ അത് 0 ആയിപ്പോൾ. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ വെട്ടിക്കളഞ്ഞു. അപ്പോൾ -4x1 ഈക്വൽ ടു -4x2. ഇപ്പോൾ ഈ -4x1 എന്ന് പറഞ്ഞാൽ -4 ഇൻറ്റു x1 ആണ്. ഇത് -4 ഇൻറ്റു x2 ആണ്. അപ്പോൾ ഇവിടെയുള്ള ഈ -4 ഇപ്പുറത്തേക്ക് വരുമ്പോൾ ബൈ -4 എന്നാവും. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകും. അത് മുന്നിൽ കണ്ടിട്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഈ -4ഉം -4ഉം വെട്ടിക്കളയാം. അപ്പോൾ നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് തുടങ്ങി x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. Therefore എഫ് ഈസ് 1 1. അപ്പം നമ്മൾ ഏത് ലീനിയർ പോളിനോമിയൽ ചെയ്താലും സിമിലർലി ഇതുപോലെ തന്നെയാണ് വരിക. അതുകൊണ്ടാണ് ഞാൻ ഉറപ്പ് പറഞ്ഞത് ഏത് ലീനിയർ ആയിട്ടുള്ള ഫംഗ്ഷൻ ഇവിടെ വന്നാലും, ഇവിടെ ഏത് ലീനിയർ പോളിനോമിയൽ വരുന്ന ഫംഗ്ഷൻസ് ആയാലും ഇതേപോലെ സെയിം സ്റ്റെപ്പുകളാണ് വരിക. സോ എന്തായാലും അത് 1 1 ആയിരിക്കും. ഓക്കെ, ഇനി നമുക്കിത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഫംഗ്ഷൻ ഓൺ ടു ആണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഓൺ ടു ചെക്ക് ചെയ്യാനുള്ള ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കോഡൊമൈനിലുള്ള ഒരു ആർബിട്രറി ആയിട്ടൊരു എലമെൻ്റ് എടുക്കുക. കൺസിഡർ ആൻ ആർബിട്രറി എലമെൻറ്റ് y ബിലോങ്സ് ടു കോഡൊമൈൻ. അപ്പോൾ ഇവിടെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ റിയൽ നമ്പറാണ്. സോ നമ്മൾ റിയൽ നമ്പേഴ്സിൽ നിന്ന് ഒരു y എടുത്തു, നമ്മുടെ കോഡൊമൈനിൽ നിന്ന് ഒരു y എടുത്തു. സപ്പോസ് ദിസ് y ഈസ് ഓഫ് ദി ഫോം, ഈ y എന്ന് പറഞ്ഞാൽ y ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നുള്ള മോഡലിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ y ഈക്വൽ ടു 3 മൈനസ് 4x ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഈ 3നെ അല്ലെങ്കിൽ -4x ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ അത് വെറും 4x ആയി, ഈക്വൽ ടു 3 മൈനസ് y. അപ്പോൾ എക്സ് ഈക്വൽ ടു 3 മൈനസ് y ബൈ 4. ഇങ്ങനെ ഒരു എക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് ഈ എക്സിൻ്റെ എഫ് ഓഫ് എക്സ് എടുത്തു എന്ന് വെക്കുക. അതായത് ഈ എലമെൻറ്റിൻ്റെ ഇമേജ് എടുത്തു എന്ന് വെക്കുക. 3 മൈനസ് y ബൈ 4ൻ്റെ ഇമേജ് എടുത്തു എന്ന് വെക്കുക. നമുക്ക് 3 മൈനസ് 4x എന്നാണ് കിടക്കുന്നത്. അതിൽ എക്സിന് പകരം ഇവിടെ 3 മൈനസ് y ബൈ 4. അപ്പോൾ നോക്കിയേ, 4ഉം 4ഉം ക്യാൻസൽ ചെയ്ത് പോയി. 3 മൈനസ് 3 മൈനസ് y. 3 മൈനസ് 3 ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ -3 പ്ലസ് y എന്നായി. അപ്പോൾ നമുക്ക് വെറും y എന്ന് കിട്ടി. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കോഡൊമൈനിൽ നിന്ന് ഒരു y എടുത്തു എന്ന് വെക്കുക. അപ്പോൾ y 3 മൈനസ് 4x എന്നുള്ള ഫോമിലാണെന്ന് സങ്കല്പിച്ചാൽ നമുക്ക് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇത്തരത്തിലൊരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു y കോഡൊമൈനിൽ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇങ്ങനെ ഒരു എക്സ് നമുക്ക് ഡൊമൈനിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. സച്ച് ദാറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y. അപ്പോൾ കോഡൊമൈനിൽ നിന്ന് എടുത്ത ആ വൈക്ക് ഒരു പ്രീ ഇമേജ് ഇപ്പുറത്ത് ഉണ്ടെന്ന് അർത്ഥം. നമ്മളിത് റാൻഡം ആയിട്ടാണ് എടുത്തത്, ഒരു ആർബിട്രറി എലമെൻ്റ് എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഏത് എലമെൻറ്റിനും ഇത് ട്രൂ ആണെന്ന് അർത്ഥം. Therefore this function is on to. ഈ ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ ടു ആണ്. സോ ദിസ് ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെ തന്നിരുന്ന ഈ ക്വസ്റ്റ്യൻ, ഇവിടുത്തെ എഫ് എന്ന് പറയുന്നത് ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ എ സബ് ക്വസ്റ്റ്യനിൽ ഇതൊരു ബൈജക്റ്റീവ് ഫംഗ്ഷനാണ്. എഫ് ഈസ് എ ബൈജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ഇനി ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലേക്ക് പോകാമെന്ന് വെക്കി. അപ്പോൾ ഇവിടെ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് 1 + x² ആണ്. ഇത് മാറിയുന്ന ആറിലേക്ക്. അപ്പോൾ നമ്മൾ ഈ x² പ്രസൻസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മളൊന്ന് ചിന്തിക്കുക. x² വന്നുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് നമ്പറിനും പോസിറ്റീവ് നമ്പറിനും ഒരേ ഇമേജ് വരും. അപ്പോൾ നമ്മുടെ 1 1s പ്രോപ്പർട്ടി അവിടെ നിന്ന് പോകും. അപ്പോൾ എവിടെ സ്ക്വയർ വന്നാലും നമ്മുടെ ഡൊമെയിൻ ഒന്ന് നോക്കുക. ആ ഡൊമെയിനിൽ നെഗറ്റീവ് നമ്പർ വരാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് 1 1 ആവാനായിട്ട് ചാൻസ് കുറവാണ്, ചാൻസ് ഇല്ല. അപ്പോൾ ഇവിടെയും ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ റിയൽ നമ്പറാണ് ഡൊമെയിൻ. സോ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് -1 എടുത്തു എന്ന് വയ്ക്കുക. ഡൊമെയിനിലെ x ഈക്വൽ ടു -1 എടുത്തു എന്ന് വയ്ക്കുക. ഇതിൻ്റെ ഇമേജ് ആരാന്ന് ചോദിച്ചാൽ എഫ് ഓഫ് -1. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ എഫ് ഓഫ് -1 എന്ന് പറഞ്ഞാൽ 1 + -1²
അതായത് 1 + 1 = 2. അപ്പോൾ എക്സ് -1 ആണെങ്കിൽ ഇമേജ് 2. ഇനി സപ്പോസ് എക്സ് = 1 ആണെന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ ഇമേജ് ആരാന്ന് നോക്കാം. 1ൻ്റെ ഇമേജ് f(1) = 1 + 1². അതും 2 തന്നെ. അതായത് -1, 1 ഹാവ് സെയിം ഇമേജ്. -1, 1 have same image. Therefore, f is not 1, 1. രണ്ട് എലമെൻറ്റിന് സെയിം ഇമേജ് വന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1, 1 അല്ല എന്ന് നമുക്ക് തറപ്പിച്ച് പറയാം. ഇനി ഇത് ഓൺ ടു ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ f(x) = 1 + x² ഗ്രാഫ് കൺസിഡർ ചെയ്തു എന്ന് വയ്ക്കുക. f(x) = x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരാബോളയാണ്. അതുപോലെ 1 + x² എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എഗെയിൻ എ പരാബോള. ഇപ്പോൾ 1 + x² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എഗെയിൻ ഒരു പരാബോളയാണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫ് നമ്മൾ +1 വരയ്ക്കാനായിട്ട് ശീലിച്ചിട്ടുള്ളതാണ്. f(x) = 1 + x² എന്ന് പറയുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ 3 പോയിന്റ് ഇട്ട് കൊടുത്ത് ഗ്രാഫ് വരച്ച് നോക്കുക. അതായത് എക്സിന് -1 കൊടുത്തു, -1ൻ്റെ ഇമേജ് 2 ആണ്. അപ്പോൾ ഇതാണ് -1 എങ്കിൽ ഇമേജ് 2 ഇവിടെ വെച്ചു. 1ൻ്റെ ഇമേജ് 2 ആണ്. അപ്പോൾ ഇതാണ് 2 എന്ന് ജസ്റ്റ് സങ്കല്പിക്കുക, ഇവിടെ വരച്ചു. ഇതുപോലെ 0 കൊടുക്കുകയാണെങ്കിൽ 0ൻ്റെ ഇമേജ് 1 + 0². ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം, ഒരു മിനിറ്റ്. ഇങ്ങനെയാണ് നമ്മുടെ വിചാരിക്കുക. ഇവിടെയാണ് 1, ഇവിടെയാണ് 2 എന്ന് വിചാരിക്കുക. ഇത് -1, ഇത് 1 എന്ന് വിചാരിക്കും. അപ്പോൾ -1ൻ്റെ ഇമേജ് 2 എന്ന് കിട്ടി. അപ്പോൾ -1ൻ്റെ നേരെ 2, 1ൻ്റെ ഇമേജ് 2 എന്ന് കിട്ടി. ഇനി 0 കൊടുക്കുകയാണെങ്കിൽ f(0) എന്ന് പറഞ്ഞാൽ 1 + 0² 1 ഇങ്ങനെ കിട്ടി. ഇനി സെക്കൻഡ് ഡിഗ്രി ആണ് ഇവിടെ കിടക്കുന്നതെങ്കിൽ അതിൻ്റെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എപ്പോഴും ഒരു യു ഷേപ്പ്, പരാബോളയുടെ ഷേപ്പ് യു ഷേപ്പിലാണ് പോവുക. ഒരിക്കലും സ്കെയിൽ വെച്ച് നേരെ യോജിപ്പിക്കാൻ പാടില്ല. സെക്കൻഡ് ഡിഗ്രി ആണെങ്കിൽ നിർബന്ധമായിട്ടും പരാബോളയുടെ ഷേപ്പ് അല്ലെങ്കിൽ യു ഷേപ്പിൽ വരയ്ക്കണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് പോണത്. അപ്പോൾ ഈ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റേഞ്ച് എന്താണെന്ന് പറയാം. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് വരിക, ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് നോക്കിയേ, y ആക്സിസിൽ എവിടം തൊട്ട് മോളിക്ക് പോയേക്കണേ, 1 തൊട്ട് മോളിക്ക്. സോ ദിസ് ഫംഗ്ഷൻ്റെ റേഞ്ച് ക്ലോസ്ഡ് 1 to ഇൻഫിനിറ്റി. ഇനി ഈ ഫംഗ്ഷൻ്റെ കോഡൊമെയിൻ ആരാന്ന് നോക്കി. കോഡൊമെയിൻ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് നോക്കുക. കോഡൊമെയിൻ ആരാ തന്നിട്ടുണ്ടായിരുന്നേ, f(r) to r. അപ്പോൾ കോഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ്. ഇതിൻ്റെ കോഡൊമെയിൻ റിയൽ നമ്പർ. നോക്കിയേ, റേഞ്ചും കോഡൊമെയിനും സെയിം ആണോ. ഹിയർ റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. അപ്പോൾ നമുക്ക് പറയാം therefore f is not on to. അതുകൊണ്ട് ഇവിടെ തന്ന f(x) = 1 + x² എന്ന് പറയുന്ന ഫംഗ്ഷൻ ഫ്രം r to r 1, 1 അല്ല, ഓൺ ടു അല്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഈ ക്വസ്റ്റ്യന് 2 തരത്തിലാണ് പ്രസക്തി ഉള്ളത്. അതായത് ഈ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ ഇതൊരു ഒരുപാട് ആവശ്യമുള്ളൊരു എക്സാമ്പിളാണ് കേട്ടോ. നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് ഇതിൻ്റെ ഒരു വേറൊരു തരത്തിലുള്ള ആപ്ലിക്കേഷൻ കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ, എന്നിൽ നിന്നും എന്നിലേക്ക്, അതായത് നാച്ചുറൽ നമ്പറിൽ നിന്ന് നാച്ചുറൽ നമ്പറിലേക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഡിഫൈൻഡ് ബൈ f(n) = n ഓഡാണെങ്കിൽ ഇതിൻ്റെ ഇമേജ് n+1/2, n ഈവൺ ആണെങ്കിൽ n/2. അങ്ങനെ ഞാൻ f എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഈ ഫംഗ്ഷൻ ഒരു ബൈജക്ഷൻ ആണോ എന്ന് പറയണം, ജസ്റ്റിഫൈ ചെയ്യണം. ഇത് ഒരു ബൈജക്ഷൻ ആണോ എന്ന് പറയണം, ആൻസർ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ബൈജക്ഷൻ ആവണമെങ്കിൽ 1, 1 ആവണം, ഓൺ ടു ആവണം. അപ്പോൾ നമുക്ക് ആദ്യം ഇത് 1, 1 ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിത് ആദ്യം 1, 1 ആണോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് നമ്മളിപ്പോൾ 1 എന്ന് പറഞ്ഞ എലമെൻറ്റ്, നമ്മൾ ഫസ്റ്റ് അത് 1 എന്ന് പറയുന്ന എലമെൻറ്റ് എടുത്തു. 1ൻ്റെ ഇമേജ് ആരാന്ന് നോക്കാം. അപ്പോൾ ഇവിടെ f(n) എന്നൊക്കെയല്ലേ ഡിഫൈൻ ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ ജസ്റ്റ് n = 1 എന്ന് കൊടുത്തു. 1ൻ്റെ ഇമേജ് ആരാന്ന് നോക്കുക. അപ്പോൾ f(1) എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ്. അപ്പോൾ ഇതിൽ ഏതാ നോക്കേണ്ടത്, മോളിലത്തെ ഡെഫിനിഷൻ. അപ്പോൾ f(1) = 1 + 1/2, ദാറ്റ് ഈസ് ഈക്വൽ ടു 2/2, അതായത് 1 എന്ന് കിട്ടി കേട്ടോ. അപ്പോൾ 1ൻ്റെ ഇമേജ് 1 എന്ന് കിട്ടി.
ഇനിയിപ്പോൾ ഞാൻ ജസ്റ്റ് n is equal to 2 എന്ന് കൊടുത്തു. അപ്പോൾ 2ൻ്റെ ഇമേജ് ആരാന്ന് നോക്കാം. അപ്പോൾ എഫ് ഓഫ് 2 ഈക്വൽ ടു 2 പറഞ്ഞാൽ ഈവൺ നമ്പറാണ്. സോ ഇത് വേണം കൺസിഡർ ചെയ്യാൻ. ഇപ്പോൾ 2ൻ്റെ ഇമേജ് 2/2 ഈക്വൽ ടു 1. അപ്പോൾ പ്രശ്നമായി. 1ൻ്റെ ഇമേജും 1, 2ൻ്റെ ഇമേജും 1. അപ്പോൾ ഹിയർ 1,2 ഹാവ് സെയിം ഇമേജ്. 1,2 ഹാവ് സെയിം ഇമേജ്. Therefore, f is not 1, 1. രണ്ട് എലമെൻറ്റിന് ഒരേ ഇമേജ് വന്നേക്കണം. അതുകൊണ്ട് നമ്മുടെ എഫ് എന്ന് പറയുന്ന ഫങ്ഷൻ 1, 1 അല്ല. നോട്ട് 1, 1. 1, 1 അല്ല എന്ന് ഈസി ആയിട്ട് നമ്മൾ പറഞ്ഞു. 1, 1 അല്ലെങ്കിൽ പിന്നെ അത് ബൈജക്ഷൻ ആവില്ല. Therefore, f is not a bijection. f is not a bijection. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ ഒരിക്കലും ബൈജക്റ്റീവ് ആവില്ല. Therefore, f is not bijective. f is not bijective. ഓക്കെ, 1, 1 അല്ല. പിന്നെ നമ്മൾ ഓൺ ടു ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. 1, 1 അല്ല, അപ്പോൾ ബൈജക്റ്റീവ് അല്ല. ഓക്കെ, ഇനി നമുക്ക് വെറുതെ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാൻ വേണ്ടി ഇത് ഓൺ ടു ആണോ എന്ന്, നമുക്ക് ക്വസ്റ്റ്യനിൽ ആവശ്യമില്ല, നമുക്കൊന്ന് ചുമ്മാ അറിയാൻ വേണ്ടി ഇത് ഓൺ ടു ആണോ എന്നൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ 1ൻ്റെയും 2ൻ്റെയും ഇമേജ് 1 ആണ്. ഇതുപോലെ ഇപ്പോൾ 3 എടുത്തു എന്ന് വയ്ക്കുക. 3യുടെ ഇമേജ് 3 + 1/2 2 ആണ്. 4ൻ്റെ ഇമേജും 2 ആണ്. 1ൻ്റെയും 2ൻ്റെയും ഇമേജ് 1, 3യുടെയും 4ൻ്റെയും ഇമേജ് 2, 5ൻ്റെയും 6ൻ്റെയും ഇമേജ് 3, 7ൻ്റെയും 8ൻ്റെയും ഇമേജ് 4, 9ൻ്റെയും 10ൻ്റെയും ഇമേജ് 5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് കിടക്കുന്ന നമ്മുടെ കോഡൊമൈനിലെ ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും, ഇപ്പോൾ n എന്ന് പറഞ്ഞ നാച്ചുറൽ നമ്പർ എടുത്തു, അതിന് 2 പ്രീ ഇമേജ് ഉണ്ട്. ഒരെണ്ണം 2n-ഉം ഒരെണ്ണം 2n-ഉം അടുത്തത് 2n - 1-ഉം. കണ്ട ഇവിടുത്തെ 1ൻ്റെ ഇമേജ് 1, 2ൻ്റെ ഇമേജും 1, അതുപോലെ 3യുടെ ഇമേജ് 2, 4ൻ്റെ ഇമേജ് 2, അതുപോലെ 5ൻ്റെ 6ൻ്റെ ഇമേജ് 3. അപ്പോൾ നോക്കുകയാണെങ്കിൽ കണ്ട 2ൻ്റെ ഒരു ഇമേജ് 4, അടുത്ത ഇമേജ് 3. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പോയി പോവുകയാണ്. ജസ്റ്റ് n ഇവിടെ എടുത്തു എന്ന് വയ്ക്കുക. n-ൻ്റെ ഒരു പ്രീ ഇമേജ് കൺഫേം ആയിട്ടും 2n ആയിരിക്കും, അടുത്തത് 2n - 1 ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ വകുപ്പിൽ ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും അതിനൊക്കെ ഒരു പ്രീ ഇമേജ് ഉണ്ട്. ഒന്നല്ല, ഇവിടെ 2 പ്രീ ഇമേജ് വന്നിട്ടുണ്ട്. സോ ദിസ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് ഓൺ ടു. ഈ ഫംഗ്ഷൻ എപ്പോഴും ഓൺ ടു ആയിരിക്കും. ഓക്കെ, അപ്പോൾ 1, 1 അല്ല, ഓൺ ടു ആണ്. ഇപ്പോൾ ഇതുകൊണ്ടുള്ള വേറൊരു ഗുണം എന്താ വെച്ചാൽ എക്സാമിനൊക്കെ 1, 1 ആണ്, ഓൺ ടു അല്ല, അത്തരത്തിലൊരു ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞാൽ അങ്ങനെയുള്ള കേസുകൾ കുറച്ച് റെയറാണ്. 1, 1 ആണ് പക്ഷേ ഓൺ ടു അല്ല. അപ്പോൾ അതിന് പറ്റിയ ഒരു എക്സാമ്പിളാണ് 1, 1 അല്ല ബട്ട് ഓൺ ടു ആണ്. അങ്ങനെയാണ്, 1, 1 അല്ല, ഓൺ ടു ആണ്. അങ്ങനെ ഒരു ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞാൽ അതിന് പറ്റിയ എക്സാമ്പിളാണിത്. ഓക്കെ, എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട് റൈറ്റ് എ ഫംഗ്ഷൻ വിച്ച് ഈസ് നോട്ട് 1, 1 ബട്ട് ഓൺ ടു. 1, 1 ആവരുത്, ഓൺ ടു ആവണം. അങ്ങനെയുള്ള ഒരു നല്ല എക്സാമ്പിളാണ് ഈ ചോദ്യം. ഓക്കെ, അപ്പോൾ ആ ഒരു ബേസിസിലും ഈ ഒരു ചോദ്യത്തിനെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയൽ നമ്പർ മൈനസ് സെറ്റ് 3, ബി എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ മൈനസ് സെറ്റ് 1. അങ്ങനെ എ ബി എന്ന് പറഞ്ഞ് 2 സെറ്റുകൾ തന്നിരിക്കുന്നു. കൺസിഡർ ദി ഫംഗ്ഷൻ എഫ് ഫ്രം എ ടു ബി. എയിൽ നിന്നും ബിയിലേക്ക് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് 2/(x-3). ഈ ഫംഗ്ഷൻ 1, 1 ആണോ ഓൺ ടു ആണോ എന്ന് ചോദിച്ചേക്കുകയാണ്. ജസ്റ്റിഫൈ ചെയ്യാനും പറഞ്ഞേക്കും. അതായത് കാര്യകാരണ സഹിതം ഇത് 1, 1 ആണോ ഓൺ ടു ആണോ എന്ന് നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ 1, 1 ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 1, 1 ആണോ എന്ന് നോക്കാനുള്ള സ്ഥിരം പരിപാടി എടുക്കുക. 1, 1 ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ 1, 1 ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുക ലെറ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. നമ്മുടെ ഡൊമൈനിലുള്ള x1 x2 എന്ന് പറയുന്ന 2 എലമെൻറ്റുകൾ എടുത്തു. അവരുടെ 2 പേരുടെയും ഇമേജ് സെയിം ആണെന്ന് സങ്കല്പിച്ചു. അപ്പോൾ ഇവിടെ ഇതാണ് എഫ് ഓഫ് എക്സ്. അപ്പോൾ എഫ് ഓഫ് x1 എന്ന് പറഞ്ഞാൽ x1 - 2/(x1 - 3) ഈക്വൽ ടു എഫ് ഓഫ് x2 എന്ന് പറഞ്ഞാൽ x2 -
ബൈ x2 മൈനസ് 3. ഇത് രണ്ട് സെയിം ആണെന്ന് തന്നേക്കണം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഈ ഡിനോമിനേറ്റർ കിടക്കുന്ന ആളെ ഇവിടേക്ക് എടുത്തു, ഇവിടെ ഡിനോമിനേറ്റർ കിടക്കുന്ന ആളെ ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ ഇവിടെ x1 മൈനസ് 2 ഇൻറ്റു x2 മൈനസ് 3, അതായത് ഈ ബൈ x2 മൈനസ് 3 ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ ഇൻറ്റു x2 മൈനസ് 3 ആയി, ഈക്വൽ ടു ഇവിടെ റൈറ്റിൽ x2 മൈനസ് 2 ഉണ്ട്, ഇൻറ്റു ഈ x1 മൈനസ് 3 ഇങ്ങോട്ട് പോകും. അപ്പോൾ അവിടെ ബൈ ആണ്, സമത്തിൻ്റെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇൻറ്റു x1 മൈനസ് 3 ആയി. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തു, x1 x2, ഇനി x1 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ മൈനസ് 3x1, അതുപോലെ മൈനസ് 2x2, മൈനസ് 2 മൈനസ് 3 ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് 6, ഈക്വൽ ടു ഇവിടെയും ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ x2 x1 മൈനസ് 3x2 മൈനസ് 2x1 പ്ലസ് 6. നോക്കിയേ, ഈ സമത്തിൻ്റെ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റിലും x1 x2 ഉണ്ട്, റൈറ്റിലും x1 x2 ഉണ്ട്. ക്യാൻസൽ ചെയ്ത് തുടങ്ങി. ലെഫ്റ്റിലും പ്ലസ് 6 ഉണ്ട്, റൈറ്റിലും പ്ലസ് 6 ഉണ്ട്. ക്യാൻസൽ ചെയ്ത് തുടങ്ങി. ഇനി ഇവിടെ നമ്മുടെ മൈനസ് 3x1, ഇനി ഇവിടെ ബാക്കിയുള്ളത് മൈനസ് 3x1 മൈനസ് 2x2 ഈക്വൽ ടു മൈനസ് 3x2 മൈനസ് 2x1. ഇതാണ് ബാക്കിയുള്ളത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ x1കളെയൊക്കെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക, x2കളെയൊക്കെ ഒരു സ്ഥലത്ത് നിർത്തുക. അപ്പോൾ ഞാൻ ഈ മൈനസ് 3x1നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ മൈനസ് 2x2 ബാക്കിയുണ്ട്, അതിൻ്റെ അടുത്തേക്ക് ഈ മൈനസ് 3x2നെ കൊണ്ടുവരും. അപ്പോൾ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 3x2 ഈക്വൽ ടു ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. ഇനി ഇവിടെ ബാക്കിയുള്ളത് മൈനസ് 2x1, അതിൻ്റെ അടുത്തേക്ക് ലെഫ്റ്റിലുള്ള മൈനസ് 3x1നെ കൊണ്ടുപോവുക. അപ്പോൾ അത് പ്ലസ് 3x1 എന്നായി. ഇനി ഇവിടെ നോക്കിയേ, മൈനസ് 2x2 പ്ലസ് 3x2 എന്ന് പറഞ്ഞാൽ x2, വെറും x2. മൈനസ് 2x1 പ്ലസ് 3x1 എന്ന് പറഞ്ഞാൽ x1. അപ്പോൾ നമുക്ക് ചെയ്തു വന്നപ്പോൾ x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം therefore f ഈസ് 1 1. അതിൻ്റെ അർത്ഥം നമ്മുടെ f 1 1 ആണ്. ഇങ്ങനെ നമുക്ക് തന്ന ഈ ഫംഗ്ഷൻ 1 1 ആണെന്ന് തെളിയിച്ചു. ഇനി ഇതുപോലെ നമുക്ക് അടുത്തത് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം ചെയ്യണ പോലെ ഇതിൻ്റെ കോഡൊമൈനിൽ നിന്ന്, ഇവിടെ കോഡൊമൈൻ എന്ന് പറഞ്ഞാൽ ബി ആണ്, അതായത് ആർ മൈനസ് സെറ്റ് 1ൽ നിന്ന് ഒരു ആർബിട്രറി എലമെൻറ്റ് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ എഴുതുകയാണെങ്കിൽ കൺസിഡർ ആൻ ആർബിട്രറി എലമെൻറ്റ്, കൺസിഡർ ആൻ ആർബിട്രറി എലമെൻറ്റ്. ആർബിട്രറി എന്ന് പറഞ്ഞാൽ കണ്ണടച്ചൊരു എലമെൻറ്റ് എടുത്തു എന്ന് അർത്ഥം കേട്ടോ. ആർബിട്രറി എലമെൻറ്റ് വൈ, നമ്മൾ ഇതിൻ്റെ കോഡൊമൈനിൽ നിന്ന് ഒരു ആർബിട്രറി എലമെൻറ്റ് വൈ എടുത്തു, ബിലോങ്സ് ടു കോഡൊമൈൻ അഥവാ ഇവിടെ ബിയിൽ നിന്നും ആർബിട്രറി ആയിട്ട് എലമെൻ്റ് എടുത്തു. അപ്പോൾ ഈ വൈ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ്, വൈ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണെന്ന് സങ്കല്പിച്ചാൽ, അതായത് വൈ ഈക്വൽ ടു നമ്മുടെ എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3 ആണെന്ന് സങ്കല്പിക്കുക. ഇങ്ങനെ സങ്കല്പിച്ചിട്ട് ഇത് ശരിയാകുന്ന ഒരു എക്സ് കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ ഇങ്ങനെ സങ്കല്പിക്കുക, ഇനി ഇത് ശരിയാകുന്ന ഒരു എക്സ് കണ്ടുപിടിക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇങ്ങനെയാണ്, y ഈക്വൽ ടു എക്സ് മൈനസ് 2 ബൈ എക്സ് മൈനസ് 3. ഈ ബൈ എക്സ് മൈനസ് 3നെ ലെഫ്റ്റിലേക്ക് കൊടുക്കുക, അപ്പോൾ അത് ഇൻറ്റു എക്സ് മൈനസ് 3 എന്നായി, ഈക്വൽ ടു എക്സ് മൈനസ് 2. ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വൈ എക്സ് മൈനസ് 3y ഈക്വൽ ടു എക്സ് മൈനസ് 2. വൈ എക്സ് മൈനസ് 3y ഈക്വൽ ടു എക്സ് മൈനസ് 2 എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ എക്സുകളെയൊക്കെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ ഈ വൈ എക്സ് ഇവിടെ നിൽക്കണു, ഈ എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക, അപ്പോൾ അത് മൈനസ് എക്സ് ആയി, ഈക്വൽ ടു മൈനസ് 2 അവിടെ വെച്ചു, ഈ മൈനസ് 3yനെ അപ്പുറത്തേക്ക് കൊടുത്തു, മൈനസ് 3y അപ്പുറത്തേക്ക് പോയാൽ പ്ലസ് 3y.
ഇനി നോക്കിയേ YX മൈനസ് എക്സ്, ഇതിൽ രണ്ടിലും ഒരു എക്സ് കോമണാണ്, ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എക്സ് ഇൻറ്റു വൈ മൈനസ് 1 ഈക്വൽ ടു, ഇതിനെ വേണമെങ്കിൽ ഭംഗിക്ക് 3y മൈനസ് 2 എന്ന് തിരിച്ചെഴുതാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ദെയർഫോർ എക്സ് ഈക്വൽ ടു 3y മൈനസ് 2 ബൈ വൈ മൈനസ് 1. ഇങ്ങനെ നമുക്കൊരു എക്സ് കിട്ടി കേട്ടോ. അത് ചുമ്മാ അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത്തരത്തിലൊരു എക്സ് കിട്ടി. അപ്പോൾ നമ്മൾ കോഡൊമൈനിൽ നിന്ന് ഒരു വൈ എടുത്തു. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇത്തരത്തിലൊരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റി. സച്ച് ദാറ്റ് ഈ എക്സിൻ്റെ ഇമേജ് എടുത്തു എന്ന് വെക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഇതിൻ്റെ ഇമേജ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എഫ് ഓഫ് എക്സ് അപ്പോൾ ഈ എക്സിൻ്റെ ഇമേജ് എടുത്തു എന്ന് വിചാരിക്കുക. അതായത് നമ്മളെ എഫ് ഓഫ് എക്സ് കണ്ടു എന്ന് വിചാരിക്കുക. എക്സിൻ്റെ സ്ഥാനത്ത് എഫ് ഓഫ് 3y മൈനസ് 2 ബൈ വൈ മൈനസ് 1 എടുത്തു എന്ന് വിചാരിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മുടെ ഇവിടുത്തെ എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ എഫ് ഓഫ് 3y മൈനസ് 2 ബൈ വൈ മൈനസ് 1 എന്ന് പറഞ്ഞാൽ ഇതിൽ എക്സ് കാണുന്നിടത്തൊക്കെ ഇത് കൊടുക്കുക. അതായത് നമ്മളിവിടെ കൊടുക്കുമ്പോൾ എക്സ് ഇതിലെ എക്സ് കാണുന്നിടത്തൊക്കെ ഈ സാധനം കൊടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷനെ എക്സ് മൈനസ് 2, അപ്പോൾ ഇവിടുത്തെ ഈ എക്സിന് പകരം ഈ ഒരു വാല്യൂ കൊടുത്തു. അപ്പോൾ 3y മൈനസ് 2 ബൈ വൈ മൈനസ് 1 അത് കൊടുത്തു. പിന്നെയുള്ളത് മൈനസ് 2 ബൈ ഈ ടേമിന് പകരം ഇത് കൊടുത്തു. അപ്പോൾ 3y മൈനസ് 2 ബൈ വൈ മൈനസ് 1 മൈനസ് 3 ഇങ്ങനെ കിട്ടി. ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ ഇതിൻ്റെ താഴെ ഒരു ഒന്നുണ്ടെന്ന് വിചാരിക്കുക, ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്യാം. അപ്പോൾ നമുക്ക് 3y മൈനസ് 2 മൈനസ് 2 ഇൻറ്റു വൈ മൈനസ് 2y മൈനസ് 2 ഇൻറ്റു മൈനസ് 1 പ്ലസ് 2 ബൈ വൈ മൈനസ് 1 എന്ന് കിട്ടി. അതായത് ക്രോസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ 3y മൈനസ് 2നെ 1 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 3y മൈനസ് 2 എന്ന് കിട്ടി. പ്ലസ് മൈനസ് 2 കൊണ്ട് ഇതിനെ ഗുണിക്കുക. അപ്പോൾ മൈനസ് 2 കൊണ്ട് വൈനെ ഗുണിച്ചാൽ മൈനസ് 2y, മൈനസ് 2 കൊണ്ട് മൈനസ് 1നെ ഗുണിച്ചാൽ പ്ലസ് 2 ഡിവൈഡഡ് ബൈ ഈ താഴെ കിടക്കുന്നത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ദിസ് ഈസ് ഡിവൈഡഡ് ബൈ ഇവിടെയും ഇതുപോലെ തന്നെ 3യുടെ താഴെ ഒരു 1 ഉണ്ടെന്ന് വയ്ക്കുക. ഇതേപോലെ ക്രോസ് ചെയ്യുക. അപ്പോൾ 3y മൈനസ് 2 മൈനസ് 3 ഇൻറ്റു വൈ 3y മൈനസ് 3 ഇൻറ്റു മൈനസ് 1 പ്ലസ് 3 ഡിവൈഡഡ് ബൈ ഇവിടെയും വൈ മൈനസ് 1. ഇനി നോക്കിയേ, ഈ രണ്ടാമതും നാലാമതും കിടക്കുന്ന വൈ മൈനസ് 1 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുമ്പോൾ ഇവിടെ മൈനസ് 2 ഉണ്ട് പ്ലസ് 2 ഉണ്ട്, വെട്ടിപ്പോയി. താഴെയാണെങ്കിൽ 3y ഉണ്ട് മൈനസ് 3y ഉണ്ട്, അതും വെട്ടിപ്പോയി. ബാക്കിയുള്ളത് ഈക്വൽ ടു 3y മൈനസ് 2y ഡിവൈഡഡ് ബൈ മൈനസ് 2 പ്ലസ് 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ y ബൈ 1, അതായത് y എന്ന് വെച്ചാൽ നമ്മൾ കോഡൊമൈനിൽ നിന്ന് ആർബിട്രറി ആയിട്ടൊരു y എടുത്തു കഴിഞ്ഞാൽ ആ വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഒരു എക്സ് കാണാൻ പറ്റും. ഈ എക്സിൻ്റെ ഇമേജ് y ആയിരിക്കും. അപ്പോൾ കോഡൊമൈനിൽ നിന്ന് ഏത് എലമെൻ്റ് എടുത്താലും, നമ്മൾ ആർബിട്രറി ആയിട്ട് എടുത്തേ, അതിൻ്റെ അർത്ഥം കോഡൊമൈനിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇത്തരത്തിലൊരു എക്സ് കാണാൻ പറ്റും. ഇത് നമ്മുടെ ഡൊമൈനിൽ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ കേട്ടോ. ഇതാണ് നമ്മുടെ ഡൊമൈൻ. അപ്പോൾ ഇതിനകത്ത് ഈ എലമെൻറ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ എലമെൻറ്റ് കൺഫേം ആയിട്ട് നമ്മുടെ ഡൊമൈനിലുണ്ട്. സോ ഇത്തരത്തിലൊരു എലമെൻറ്റ് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതിൻ്റെ ഇമേജ് y ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോഡൊമൈനിൽ ഏത് എലമെൻ്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് ഉണ്ടെന്ന് അർത്ഥം. അപ്പോൾ നമുക്ക് ദെയർഫോർ എഫ് ഈസ് ഓൺ ടു എന്ന് പറയും. പി തന്ന എഫ് ഓൺ ടു ആണെന്ന് കിട്ടി. അപ്പോൾ എഫ് 1 ആണ്, ഓൺ ടു ആണ്. അതുകൊണ്ട് എഫ് ഈസ് ബൈജക്റ്റീവ്. ഈ എഫ് ബൈജക്റ്റീവ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഇതിനെ നമ്മൾ റാഷണൽ ഫംഗ്ഷൻ എന്നൊക്കെ വിളിക്കാം. ഇതുപോലെ രണ്ട് ഫസ്റ്റ് ഡിഗ്രിയുടെ റേഷ്യോ പോലെ ഒരു ഫംഗ്ഷൻ തന്നാൽ അതെപ്പോഴും ആറിൽ നിന്ന് ആറിലേക്കാണെങ്കിൽ അത് 1 ആയിരിക്കും, ഓൺ ടു ആയിരിക്കും. അതായത് ഇപ്പോൾ എഫ് ഓഫ് എക്സ് എക്സ് ബൈ എക്സ് പ്ലസ് 1 എന്ന് പറഞ്ഞൊന്ന് വെക്കുക, അത് 1 ആയിരിക്കും, ഓൺ ടു ആയിരിക്കും.
ഫ്രം ആർ ടു ആർ. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ രണ്ട് ലീനിയർ പോളിനോമിയൽസിൻ്റെ റേഷ്യോ തന്നാൽ അതും എപ്പോഴും 1 1ഉം ഓൺ ടു ആയിരിക്കും ഇൻ ആർ ടു ആർ. ഓക്കെ, ഇനി ഈ സെക്ഷനിൽ രണ്ട് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. അപ്പോൾ അതിൽ ഒന്നാമത് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ, ലെറ്റ് എഫ് ഫ്രം ആർ ടു ആർ ബി ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4. അപ്പോൾ ഈ ഫംഗ്ഷൻ റിയൽ നമ്പേഴ്സിൽ നിന്ന് റിയൽ നമ്പേഴ്സിലേക്കാണ് പോയേക്കുന്നത്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 എന്നാണ്. ഇത് 1 1 ആണോ ഓൺ ടു ആണോ എന്ന് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് റൈസ് ടു 4 ഫ്രം ആർ ടു ആർ. അപ്പോൾ ഇതിൽ ഈ എക്സ് സ്ക്വയർ ആയിക്കോട്ടെ എക്സ് റൈസ് ടു 4 ആയിക്കോട്ടെ, നമ്മൾ എക്സ് സ്ക്വയറിൻ്റെ കാര്യം പറഞ്ഞ പോലെ നെഗറ്റീവ് നമ്പറുകൾ വരുമ്പോൾ പ്രശ്നമാണ്. അപ്പോൾ അതായത് ഇവിടെ നമ്മുടെ -1ൻ്റെ ഇമേജ് നോക്കിയെന്ന് വെക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതണം കേട്ടോ. -1ൻ്റെ ഇമേജ് എടുത്തു എന്ന് വെക്കുക. അതായത് എഫ് ഓഫ് -1 എന്ന് വെച്ചാൽ -1 റേസ് ടു 4 ആണ്. -1 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇതുപോലെ 1ൻ്റെ ഇമേജ് എടുത്തു എന്ന് വെക്കുക. അതായത് എഫ് ഓഫ് 1 എന്ന് വെച്ചാൽ 1 റേസ് ടു 4 ആണ്. അതും 1 ആണ്. അപ്പോൾ നോക്കിയേ, -1നും 1നും സെയിം ഇമേജ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം ഈ ഫംഗ്ഷൻ 1 1 അല്ല. ഹിയർ -1, 1 ഹാവ് സെയിം ഇമേജ്. അതുകൊണ്ട് ഇത് therefore f ഈസ് നോട്ട് 1 1. നമുക്ക് ഉറപ്പാണ് ഈ ഫംഗ്ഷൻ 1 1 അല്ല. ഞാൻ 1 1നെ ചുരുക്കി ഇങ്ങനെ എഴുതണം കേട്ടോ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 1 അല്ല എന്ന് നമുക്ക് ഉറപ്പായി. ഇനി ഇത് ഓൺ ടു ആണോ എന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ എക്സ് റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉത്തരമായിട്ട് പോസിറ്റീവ് നമ്പറുകൾ മാത്രമേ വരുള്ളൂ. ഇപ്പോൾ നെഗറ്റീവ് നമ്പർ, ഇപ്പോൾ -1 എടുത്തു, -1 ഇതിൻ്റെ ആൻസറായിട്ട് ഒരിക്കലും വരില്ല. കാരണം എക്സിൻ്റെ ഈവൺ പവേഴ്സിനൊക്കെ ഉത്തരമായിട്ട് പോസിറ്റീവ് നമ്പേഴ്സ് 0 തൊട്ട് മോളിക്കുള്ള 0 പിന്നെ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ ഉത്തരമായിട്ട് വരൂ. ഒരു നെഗറ്റീവ് നമ്പറും ഇതിൻ്റെ റേഞ്ചിൽ വരില്ല. ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ പറയാൻ വേണമെങ്കിൽ ഓൺ ടു നോക്കുമ്പോൾ ഈ ഫംഗ്ഷൻ്റെ റേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഞ്ച് 0 തൊട്ട് ഇൻഫിനിറ്റി വരെ ആയിരിക്കും. ക്ലോസ്ഡ് 0 ടു ഓപ്പൺ ഇൻഫിനിറ്റി. ബട്ട് ഇതിൻ്റെ കോഡൊമെയിൻ ആരാ? നമ്മുടെ റിയൽ നമ്പറാണ് ഈ ഫംഗ്ഷൻ്റെ കോഡൊമെയിൻ. സോ ഈ റേഞ്ചും കോഡൊമെയിനും സെയിം അല്ല. റേഞ്ച് നോട്ട് ഈക്വൽ ടു കോഡൊമെയിൻ. അതുകൊണ്ട് നമുക്ക് പറയാം എഫ് ഈസ് നോട്ട് ഓൺ ടു. എഫ് ഓൺ ടു അല്ല എന്ന് പറയാം. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? എഫ് 1 1ഉം അല്ല ഓൺ ടു അല്ല. ദേ ഓപ്ഷൻ ഡി, എഫ് ഈസ് നൈദർ 1 1 നോർ ഓൺ ടു. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആൻസർ. ഇതുപോലെ അടുത്തത് നോക്കുകയാണെങ്കിൽ എഫ് ഫ്രം ആർ ടു ആർ ബി ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3x. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് പറയാം 3x എന്ന് പറഞ്ഞാൽ ഇതൊരു ലീനിയർ പോളിനോമിയലാണ്. ആറിൽ നിന്ന് ആറിലേക്ക് ലീനിയർ പോളിനോമിയലാണോ സംശയിക്കേണ്ട. ഇത് 1 1ഉം ആണ് ഓൺ ടൂമാണ്. ഓക്കെ, ലീനിയർ പോളിനോമിയൽ തന്നു 6ൽ നിന്ന് 6ലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംശയിക്കേണ്ട. ഇറ്റ് മസ്റ്റ് ബി 1 1 ആൻഡ് ഓൺ ടു. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. നമുക്ക് ഒന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല.